പൃഥ്വിരാജ് ഓണം തൂക്കി. ഓക്കെ ഓക്കെ. ലാലേട്ടൻ ഒരു പിൻഗാമി ഖലീഫ കണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഒരു പിൻഗാമിനെ ഇത്രയും നാൾ മലയാള സിനിമയിൽ തപ്പി നോക്കിയിട്ട് മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കണ്ടോളുന്നില്ല. ഇത്രയും നാൾ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു, പക്ഷേ ലാലേട്ടൻ്റെ ഒരു പിൻഗാമിയായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഖലീഫ എന്ന സിനിമയിൽ ഞാൻ ലാലേട്ടൻ്റെ ഒരു പിൻഗാമിയെ കണ്ടു. നമുക്ക് ലാലേട്ടന് ഒരു പിൻഗാമിയെ കിട്ടിയിരിക്കുന്നു ഖലീഫ എന്ന പടത്തിൽ. ആ പടം കഴിയുമ്പോൾ ആ ജനങ്ങളുടെ കയ്യടി, അതുമല്ല ഒരു നിമിഷം പോലും നമ്മുടെ കണ്ണിൻ്റെ പോള പോലും ഒന്ന് അടിച്ച് തുറക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അത്ര ഗംഭീരമായിട്ടാണ് അതിൻ്റെ മേക്കിംഗ് നടക്കുന്നത്. മേക്കിംഗ് മാത്രമല്ല, എന്നാ ഷോട്ടുകളെന്നറിയാം, എന്നാ ഫൈറ്റ്, എന്നാ കഥ, എന്നാ സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടി ചേർന്ന കോമഡിനെ വിട്ടുകളാം. കോമഡി ഇല്ല. കോമഡി കാണുന്നവർ ഈ പടം കാണണ്ട, ചാർലി ചപ്ലിയുടെ പടം പോയി കണ്ടാൽ മതി. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ഉഗ്രം പടം. അടുത്ത കാലത്തൊന്നും ഇത്രയും ആവേശത്തിൽ നമ്മൾ പടം കണ്ടിട്ടില്ല. അതുപോലെയും പൃഥ്വിരാജ് എന്തൊക്കെയുണ്ടെങ്കിലും ഒരു ഗംഭീര ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടനൊരു പിൻഗാമി, അതാണ് നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു. ഇനിയിപ്പോൾ ഇതിനും കുറ്റം പറയുന്നവരുണ്ടാവും, അത് വെറും അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും പൃഥ്വിരാജിനോടുള്ള ദേഷ്യം കൊണ്ടും മാത്രം പറയണത്. എത്ര പൃഥ്വിരാജിനെ കുറ്റം പറയുന്നവരും അവർക്കുള്ളൊരു തിരിച്ചടിയും അവർക്കുള്ളൊരു ചോദ്യം കൂടിയിട്ടാണ് ഈ പടം. അപ്പോൾ ഈ പടത്തിൻ്റെ കഥയും ട്വിസ്റ്റുകളാണ് കംപ്ലീറ്റ് പടത്തിൽ. അവസാനം വരെ ട്വിസ്റ്റാണ്. എന്നെ ക്ലൈമാക്സ് എന്ന് പറയുക, നമ്മളൊക്കെ ഞെട്ടിപ്പോണ ക്ലൈമാക്സ്. 2-2.25 മണിക്കൂറിൽ മേലെ എൻ്റെ പടം. നമ്മൾ ഈ 2.25 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് പടത്തിൽ. ഇൻ്റർവെല്ലിൽ ഒരു ചായ കുടിക്കാൻ വരും പോയില്ല, പെട്ടെന്ന് നമ്മൾ ചായ കുടിച്ച് മൂത്രമൊഴിച്ച് വരുമ്പോഴേക്കും പടം തുടങ്ങി വല്ല സീൻ കട്ടായാലും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ. എന്തായാലും ഒരു പ്രാവശ്യം കൂടി പടം കാണണം. മോഹൻലാലിൻ്റെ, ഞാൻ ലാലേട്ടൻ്റെ പിൻഗാമി എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ 20-ാം നൂറ്റാണ്ട് നാടുവാഴികൾ എന്ന പടത്തിൻ്റെയൊക്കെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് വലിയ റേഞ്ചല്ലേ. നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പടങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുക, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതിൻ്റെയൊക്കെ ഒരു കഥയുടെ ചെറിയ അംശങ്ങളൊക്കെ നമുക്കിതിൽ കണ്ടുവന്ന് വരും. പക്ഷെ അതൊന്നും നമുക്കിതിലൊരു പ്രശ്നമല്ല. ഇത് നമുക്കൊരു ക്ലീനായിട്ട് നമുക്കൊരു പൈസ കൊടുത്താൽ ആ പൈസയ്ക്ക് കാശ് മുതലാവുന്ന വയസ്സുള്ള പടമാണ്. ഞാനിതിൻ്റെ കഥയോ ട്വിസ്റ്റുകളോ ഒന്നും പറയില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൽ മോഹൻലാലുണ്ട്. മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ മുത്തച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അവസാനമാണ് വരുന്നത്. അതേപോലെ തന്നെ ടൊവിനോ ഉണ്ട്. ടൊവിനോ അറവക്കാരനാണ്. അറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ ആടിനൊന്നുമല്ല കേട്ടോ, മനുഷ്യനെ അറക്കണ ആളാണ്. അത് ക്ലൈമാക്സിൽ നിങ്ങൾ വന്ന് അത് കണ്ട് എന്താണെന്നുള്ളത് അറിയാൻ നല്ലത്. അതുപോലെ തന്നെ ഇതിലൊരു വില്ലനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണാം മലയാളത്തിൽ. അതൊരു 1.5 വില്ലൻ തന്നെയാട്ടോ. പൃഥ്വിരാജിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയൊരു വില്ലൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷമ്മി തിലകനെ മലയാള സിനിമ ഒരു മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് വേണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിലകൻ ചേട്ടൻ പുനർജനിച്ച് വന്ന് നിൽക്കുക എന്ന് പറയും ഈ സിനിമയിൽ. നമ്മുടെ ഇതിനു മുമ്പും ഒരു പടത്തിൽ നമ്മൾ അപാര പെർഫോമൻസ് കണ്ടതാണ്. അതേപോലെയുള്ള ഒരു അപാര പെർഫോമൻസാണ് ഈ പടത്തിലും നമ്മുടെ ഷമ്മി തിലകൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ തിലകൻ ചേട്ടൻ തന്നെ, തിലകൻ ചേട്ടൻ്റെ നടത്തം, ആ ഭാവങ്ങളും ശബ്ദം എല്ലാം അതുപോലെ തന്നെ. ഷമ്മി തിലകൻ ഇതിൽ അടിപൊളിയായിട്ട് മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ്. എന്താണ്, നമുക്കിനി ലാലേട്ടന് പ്രായമായി, മമ്മൂട്ടിക്ക് പ്രായമായി, നമുക്കിനി അവരൊക്കെ സിനിമയിൽ നിന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞാൽ ആരാണ് ഇനിയിപ്പോൾ നമ്മളെ മലയാള സിനിമേനെ കൊണ്ടുപോവുക എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഞാൻ പൃഥ്വിരാജിൻ്റെ പടങ്ങൾ കണ്ട് ഇത്രയൊന്നും ആവേശത്തിൽ ഞാൻ റിവ്യൂ ചെയ്യാറില്ല. പടം നല്ല വെച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ നല്ലതെന്ന് പറയും. പക്ഷേ ഈ ഒരു പടം ഈ പൃഥ്വിരാജിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു സിനിമയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകനെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്, കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെ ഒരാളെ എഴുതി പോകുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ബാക്ക് വശത്തിൽ ആരാണോ, അതിൻ്റെ ക്യാമറ ആരാണോ, അല്ലെങ്കിൽ അതിൻ്റെ കഥ എഴുതിയതാരാണോ, സംവിധായകൻ ആരാണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ 2.25 മണിക്കൂർ നമുക്കൊരു നല്ല വിരുന്ന് തന്ന പൃഥ്വിരാജിനും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ഓരോ ലൈറ്റ് ബോയ് മുതൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ബോയ് വരെയുള്ള ആൾക്കാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയമാണത്, സിനിമയുടെ വിജയമാണത്. മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമകൾ ജനിച്ചാലാണ് അന്യനാട്ടുകാർക്ക്, തമിഴ്നാടും തെലുങ്ക് കന്നഡ അവർക്ക് മനസ്സിലാവുക
മലയാളത്തിൽ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഇത്രയും നല്ല ടെക്നീഷ്യന്മാരുണ്ട്, ഇത്രയും നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അവർക്കും കൂടി മനസ്സിലാവാനും കൂടിയുള്ള ഒരു പടമാണത്. ഇതെല്ലാ ഭാഷയിലും പോകും, എല്ലാ ഭാഷയിലും ഈ പടം ഹിറ്റാവും, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഓണം പൃഥ്വിരാജ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതിനു മുമ്പിൽ നമ്മൾ 1-2 ആൾക്കാരെ റിവ്യൂ വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ നാളെ നമ്മുടെ ഒരു പടം കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അത് എന്തായാലും ഒരു കുടുംബകഥയാണെന്ന് തോന്നുന്നുണ്ട്. നവീൻ പോളിയുടെ പടം വലിയൊരു ഇതില്ല. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ട് നമുക്ക് റിവ്യൂ നാളെ പറയാം, ഇന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ. എന്തായാലും ഇനിയിപ്പോൾ ഈ നമ്മുടെ ദുൽഖറിൻ്റെ പടം മാറ്റി വെച്ചത് എന്തായാലും നന്നായി. ദുൽഖറെ ഇതിപ്പോൾ ഈ പടം ഇത്രയും ഗംഭീര റിപ്പോർട്ടുള്ള കാരണമാണ് ദുൽഖർ ആ പടം മാറ്റി വെച്ചതെന്നുള്ളപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും ചിലപ്പോൾ വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൂടെ മുട്ടി നിൽക്കാനായിട്ട് പറ്റാത്തൊരു സിനിമയായി അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അതാവും ഡേറ്റ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചത്. എന്തായാലും നന്നായി. രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ചിട്ട് വെറുതെ നിങ്ങളുടെ കാശ് കളയണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഇതിൻ്റെ പടത്തിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടതിന് അഭിപ്രായം കഴിഞ്ഞിട്ട് മറ്റു മതി. ഇനി ഇതിനെ കവർ ചെയ്യാനായിട്ട് പൃഥ്വിരാജിൻ്റെ ഖലീഫേനെ കവർ ചെയ്യാനായിട്ട് ഇനി ഓണത്തിന് വേറൊരു പടം ഇറങ്ങാനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും അതിൻ്റെ ലൈറ്റ് ബോയ്കൾക്കും ഇതിൻ്റെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരുപാട് സന്തോഷത്തിൽ നമ്മൾ പറയുന്നു. നിങ്ങൾ ഇങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച സിനിമ. ഇങ്ങനെ ആയിരിക്കണം സിനിമ. വരെ നല്ല ഫിലിമാണ്. എല്ലാവരും ക്ലൈമാക്സ് ഗംഭീരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ആ ഓക്കെ, പടം തന്നാവട്ടെ ഓണത്തിന്. അപ്പോൾ പൃഥ്വിരാജ് ഓണം തൂക്കി. ഓക്കെ ഓക്കെ. ക്ലൈമാക്സിനായിട്ട് നന്നായി. ആ ശരി ശരി. അപ്പോൾ ട്വിസ്റ്റ് വരണ്ട, ആൾക്കാരിത് കാണട്ടെ. നല്ല പടമാണോ? പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? ആ ഓക്കെ. എങ്ങനെ പടം എങ്ങനെ ഇഷ്ടപ്പെട്ടാ? നല്ല പടം അല്ലേ? പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് ആ ഓക്കെ ഓക്കെ ഓക്കെ.